സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും രാവിലെ വീട്ടിനു ചുറ്റും ഏതെങ്കിലും പക്ഷി വളരെ മനോഹരമായി ഈണം മീട്ടുന്നത് കേട്ടിട്ടുണ്ടോ? കാണാൻ വളരെ ചെറുതാണെങ്കിലും അത് പാടുമ്പോൾ ആ പ്രദേശം മുഴുവൻ ആ ശബ്ദം മുഴങ്ങിക്കേൾക്കും. അതെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രത്യേകതയുള്ളതും മനോഹരവുമായ പക്ഷികളിൽ ഒന്നായ ഓറിയന്റൽ മാഗ്പൈ റോബിനെ കുറിച്ചാണ്. ഇതിനെ മലയാളത്തിൽ മണ്ണാത്തിപ്പുള്ള് അല്ലെങ്കിൽ വണ്ണാത്തിക്കിളി എന്നും വിളിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഈ കുഞ്ഞു സംഗീതജ്ഞന്റെ ജീവിതത്തിലെ ഇതുവരെ നിങ്ങൾ കേട്ടില്ലാത്ത ചില രസകരമായ രഹസ്യങ്ങൾ ഞാൻ പങ്കുവെക്കാൻ പോവുകയാണ്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ തീർച്ചയായും കാണുക. സുഹൃത്തുക്കളെ, ഈ പക്ഷി ഏകദേശം 19 മുതൽ 21 സെന്റിമീറ്റർ വരെ നീളമുള്ളതാണ്. ഇതിന് നീളമുള്ള ഒരു വാലുണ്ട്. അത് മിക്കപ്പോഴും മുകളിലേക്ക് ഉയർന്നു നിൽക്കും. കാണാൻ അല്പം കാക്കയെയോ കുരുവിയോ പോലെ തോന്നുമെങ്കിലും ഇതിന്റെ നിറവും രൂപവും പൂർണ്ണമായും വ്യത്യസ്തമാണ്. ആൺപക്ഷിയുടെ തലയും മുതുകും നെഞ്ചും തിളക്കമുള്ള കറുപ്പ് നിറത്തിലും വയറ് നല്ല തെളിഞ്ഞ വെള്ള നിറത്തിലുമായിരിക്കും. ഇതിന്റെ ചിറകുകളിൽ ഒരു വെള്ള വരയുമുണ്ട്. എന്നാൽ പെൺപക്ഷിയാകട്ടെ കറുപ്പ് നിറത്തിന് പകരം ലഘുവായ ചാര നിറത്തിലാണ് കാണപ്പെടുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത ഇതിന്റെ വാലാണ്. മിക്കപ്പോഴും വാൽ മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുന്നത് കാണാൻ വളരെ ക്യൂട്ടായിരിക്കും. മണ്ണാത്തിപ്പുള്ള് അതിന്റെ സൗന്ദര്യത്തെക്കാൾ കൂടുതൽ ശബ്ദത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. പ്രത്യേകിച്ച് മാർച്ച് മുതൽ ജൂലൈ വരെയുള്ള പ്രജനനകാലത്ത് ആൺപക്ഷി രാവിലെ തന്നെ ഏതെങ്കിലും ഉയർന്ന മതിലിലോ വൈദ്യുതി തൂണിലോ ഇരുന്ന് മണിക്കൂറോളം ഈണത്തിൽ പാട്ടുപാടും. രസകരമായ വസ്തുത എന്തെന്നാൽ ഇവർ ഒരേ ഒരു ഈണം മാത്രമല്ല പാടുന്നത്. ഇവരുടെ പക്കൽ പാട്ടുകളുടെ ഒരു വലിയ പ്ലേലിസ്റ്റ് തന്നെയുണ്ട്. മറ്റു പക്ഷികളുടെ ശബ്ദം അനുകരിക്കുന്നതിലും ഇവർ വിദഗ്ധരാണ്. ഇവരുടെ ഈ പാട്ട് വെറും ഒരു വിനോദത്തിനല്ല, മറിച്ച് പെൺപക്ഷിയെ ആകർഷിക്കുന്നതിനും മറ്റു ശത്രുക്കളെ സ്വന്തം അതിർത്തിയിൽ നിന്ന് അകറ്റി നിർത്തുന്നതിനും വേണ്ടിയാണ്. എന്നാൽ പിന്നെ നമുക്ക് ഇവരുടെ ആ മനോഹരമായ ഒരു ശബ്ദം കേട്ടു നോക്കാം. ഇനി ഇവയുടെ വീടിനെയും ഭക്ഷണത്തെയും കുറിച്ച് പറയാം. ഈ പക്ഷികൾ മനുഷ്യരെ അത്ര പേടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ കൃഷിയിടങ്ങളിലോ ഒക്കെ ഇവയെ എളുപ്പത്തിൽ കാണാൻ സാധിക്കും. പ്രാണികളാണ് ഇവയുടെ പ്രിയപ്പെട്ട ഭക്ഷണം. നിലത്ത് ചാടി നടന്ന് ഉറുമ്പുകൾ, മണ്ണട്ടകൾ, ചെറിയ പാറ്റുകൾ എന്നിവയെ കണ്ടെത്തി ഇവർ ഭക്ഷണമാക്കുന്നു. ചിലപ്പോഴൊക്കെ പൂക്കളിലെ തേനും കുടിക്കാറുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ തോട്ടത്തിലെ പ്രാണികളെ നിയന്ത്രിച്ചു നിർത്തുന്ന കാവൽക്കാരാണ് ഇവർ. മണ്ണാത്തിപ്പുള്ള് ബംഗ്ലാദേശിലെ ദേശീയ പക്ഷിയാണെന്ന് നിങ്ങൾക്കറിയാമോ? അവിടെ ഇതിനെ ദോയൽ എന്നാണ് വിളിക്കുന്നത്. അവിടുത്തെ കറൻസി നോട്ടുകളിലും ഇതിന്റെ ചിത്രമുണ്ട്. ഈ പക്ഷികൾ സ്വന്തം പ്രദേശത്തിന്റെ കാര്യത്തിൽ വളരെ വാശിയുള്ളവരാണ്. തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ മറ്റൊരു ആൺപക്ഷിയെ ഇവർ സഹിക്കില്ല. അതിൽ രസകരമായ കാര്യം എന്തെന്നാൽ നിങ്ങളുടെ വീടിന്റെ ജനലുകളിലോ കാറിന്റെ സൈഡ് മിററിലോ സ്വന്തം പ്രതിബിംബം കാണുമ്പോൾ മറ്റൊരു ശത്രുപക്ഷി വന്നതാണ് എന്ന് ഇവർ തെറ്റിദ്ധരിക്കും. പിന്നെ പറയേണ്ടതുണ്ടോ, ഇവർ സ്വന്തം നിഴലിനോട് മണിക്കൂറോളം പോരാടും, കൊത്തുകയും ഒടുവിൽ തളർന്നു പോവുകയും ചെയ്യും. മരച്ചില്ലകളിൽ തുറസായി കൂടുണ്ടാക്കാൻ ഇവർക്ക് താല്പര്യമില്ല. കാരണം ഇവർക്ക് കുറച്ച് സ്വകാര്യത ഇഷ്ടമാണ്. മരപ്പൊത്തുകളിലോ മതിലുകളിലെ വിള്ളലുകളിലോ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലൊരു ബേർഡ് ഹൗസ് വെച്ചു നൽകിയാൽ അതിനുള്ളിൽ പുല്ലും വേരുകളും ഉപയോഗിച്ച് ഇവന്മാർ മനോഹരമായി കൂടുണ്ടാക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അടുത്ത തവണ രാവിലെ ഏതെങ്കിലും മരത്തിൽ നിന്ന് മനോഹരമായ ഒരു ഈണം കേൾക്കുകയാണെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളൂ, അത് നമ്മുടെ ഈ ഓറിയന്റൽ മാഗ്പൈ റോബിനായിരിക്കും, അതായത് മണ്ണാത്തിപ്പുള്ള്. പ്രകൃതിയുടെ ഇത്തരം ചെറു കലാകാരന്മാർ നമ്മുടെ ലോകത്തെ എത്ര സുന്ദരമാക്കുന്നു അല്ലേ? നിങ്ങൾ ഈ പക്ഷിയെ എപ്പോഴെങ്കിലും കാണുകയോ ഇതിന്റെ ശബ്ദം കേൾക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റിൽ തീർച്ചയായും പറയണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ കൂടുതൽ രസകരമായ വീഡിയോകൾക്കായി എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.